അങ്ങനെ നമ്മുടെ യാത്ര തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങി അരുണാചൽ പ്രദേശിലോട്ട് വന്ന് നിൽക്കുകയാണ്. സിമൻറ്റ് ഇറക്കാനുള്ള സൈഡിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇവിടെ വന്ന ശേഷമാണ് മനസ്സിലായത് ഇതൊരു ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുന്ന ലാൻഡ്രിക്ക് ഏരിയയാണ്. ലാൻഡ്രിക്ക് ഉപയോഗിച്ച് ഇവിടെ ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കിട്ടുന്ന ക്രൂഡ് ഓയിൽ ശേഖരിക്കാനായിട്ട് ഇവിടെ വലിയ ടാങ്കുകളുണ്ട്. ആ ടാങ്കുകളിലേക്ക് ക്രൂഡ് ഓയിൽ നിറച്ച ശേഷം ചെറിയ ചെറിയ വണ്ടികളിലായിട്ട് ഇവിടെ നിന്ന് ആസാമിലുള്ള റിഫൈനറിയിലോട്ട് കൊണ്ടുപോകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവിടെ വെച്ചാണ് ഈ ക്രൂഡ് ഓയിൽ നിന്നും പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, അത് കണക്ക് തന്നെ ഗ്യാസ്, പിന്നെന്താ നമുക്ക് റോഡിൽ ഉപയോഗിക്കുന്ന ടാർ ഉൾപ്പെടെ അവിടെ റിഫൈനറിയിൽ വെച്ചാണ് വേർതിരിച്ചെടുക്കുന്നത്. എന്നിട്ടാണ് നമ്മുടെ കയ്യിലോട്ടൊക്കെ എത്തുന്നത്. എന്തുകൊണ്ട് ഈ സിമൻറ്റ് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്നു, അരുണാചൽ പ്രദേശ് എത്തിയെന്നുള്ളത്? കാരണം ഈ ഒരു പ്രത്യേക ടൈപ്പിലുള്ള സിമൻറ്റ് ലാൻഡ്രിക്കിന് വേണ്ടി മാത്രം തയ്യാറാക്കിയതാണ്. അരുണാചൽ പ്രദേശ്, ആസാം, ഗുജറാത്ത് ആ ഭാഗത്തൊക്കെയാണ് കൂടുതൽ ലാൻഡ് റിക്കുകൾ ഉള്ളത്. ബാക്കിയെല്ലാം കടലിലാണ്, ഓഫ് ഷോർ റിക്കുകളാണ് കൂടുതലുള്ളത്. നമ്മൾ പലപ്പോഴും കടലിൽ നിന്ന് ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മുടെ കരയിലും സാധ്യമാണ്. അങ്ങനെയുള്ള സൈഡിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സിമൻറ്റിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ എണ്ണക്കിണർ കുഴിക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ചെയ്യുന്നത് കിണർ കുഴിച്ച ശേഷം പൈപ്പ് ഇറക്കുകയാണ്, കേസിംഗ് പൈപ്പ് ഇറക്കുകയാണ്. ആ ഒരു കേസിംഗ് പൈപ്പ് ഇറക്കിയ ശേഷം നമുക്ക് മണ്ണും ഈ പൈപ്പും തമ്മിലുള്ള ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഉറപ്പിക്കാൻ, മണ്ണിടിച്ചിൽ ഒഴിവാക്കാനായിട്ടാണ് ഈ സിമൻറ്റിങ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സിമൻറ്റാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് വെച്ചാൽ നിമിഷ നേരം കൊണ്ട് തന്നെ അത് കട്ട പിടിക്കാനായിട്ടുള്ളൊരു രീതിക്കാണ് ഈ സിമൻറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്ന് ഇത്രയും ദൂരം വരേണ്ടി വന്നത്. ഇവിടെ അങ്ങനെ അധികം കാണത്തില്ല, അങ്ങനെ ഒരു ഫാക്ടറി ഒന്നും കാണത്തില്ല. ഇതേപോലെ ക്വാളിറ്റിയിൽ ഉണ്ടാക്കി കൊടുക്കുന്ന സിമൻറ്റൊന്നും കാണാത്തത് കൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ ഈ സിമൻറ്റും കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്.